വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പെരുന്നാൾ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ കാണണ്ടേ. അപ്പോൾ വീഡിയോ കാണുന്നത് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പെരുന്നാൾ വിശേഷത്തിലോട്ട് കടക്കാം. ആദ്യം തന്നെ മേലാഞ്ചി ഇടുകയാണ്. അപ്പോൾ തലേ ദിവസമാണ് ഞങ്ങൾ മേലാഞ്ചി ഇടുന്നത് കേട്ടോ. അപ്പം ഞാനല്ലാതെ വേറെ ആരും മേലാഞ്ചി ഇടുന്നില്ല. ഞാൻ ഇവിടെ വീട്ടിലത്തെ കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ മാത്രമേ മേലാഞ്ചി ഇടുന്നുള്ളൂ. ഇമ്മച്ചിയാണ് ഇപ്പോൾ ഇട്ടിരുന്നത്. ഇമ്മച്ചി ഒന്നും മേലാഞ്ചി ഇടലില്ല. അപ്പോൾ എനിക്ക് ഇട്ട് തരികയാണ് ഉമ്മച്ചി. ഇന്നലെ ഞാൻ മറ്റേ കയ്യിൽ മേലാഞ്ചി ഇട്ടു. അപ്പോൾ ഇന്നലെ പെരുന്നാളും ഉണ്ടായില്ല. എനിക്ക് ഒരു കയ്യിൽ മാത്രമല്ല, എല്ലാ കയ്യിലും മേലാഞ്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ആ കയ്യിൻ്റെ മുകളിലാണ് ഞാൻ ഇടുന്നത്. അപ്പുറത്തും ഉണ്ട്. എന്നുവെച്ചാൽ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണത്. അപ്പം അത് ചെറിയ വരല് അത് കൊള്ളില്ല. കൂടാതെ ഞാൻ അമ്മനോട് നഖത്തുമ്മ ഇട്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഈ കയ്യത്തെ ഉൾഭാഗത്തിലാണ് ഞങ്ങൾ ഇടുന്നത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഉൾഭാഗത്തിൽ ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു. അത് ഇന്ന് രാത്രി തന്നെ ഇട്ടു കേട്ടോ. ഇപ്പം ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെയാണ്. മൈലാഞ്ചിയൊക്കെ നല്ല ചോത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ കയ്യിൽ വന്നിട്ടുണ്ട്, നമ്മൾ കഴിക്കണ കയ്യിൽ. ഞാൻ വാളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാട്ടോ. ഇത് ഞാൻ ഓടി കളിക്കുമ്പോൾ ഒരു മുറിയായതാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ വള. ഇത് ഡ്രസ്സിക്ക് മാച്ചായ കളറൊന്നുമല്ല. ഇതെൻ്റെ ഉമ്മച്ചി മേടിച്ചിട്ട് വന്നതാണ്. ഇതൊരു സ്ലൈഡാണ്. 2 ഉണ്ട്. ഇത് നീളമുള്ളതും അല്ല, 2 അല്ല 3 ഉണ്ട്. ഒന്ന് റെഡ് ഉണ്ട്. പിന്നെ ലൗഷിനത്തിൻ്റെ ഒരെണ്ണുണ്ട് കേട്ടോ. പിന്നെ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് നെക്ലേസാണ്. എനിക്കൊരു നെക്ലേസ് വെച്ച് വാങ്ങി തന്നതാണ്. മുൻഭാഗം സിൽവറാണ്, ബാക്ക് ഭാഗവും സിൽവറാണ്. അപ്പോൾ ഇതെൻ്റെ മോതിരാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് കേട്ടോ. ഇതെൻ്റെ ഉമ്മയുടെ ക്ലിപ്പാണ്. ഇത് കുഞ്ഞെ ക്ലിപ്പായി പോയതാണ്. ഇതെൻ്റെ ഹെയർ ബാൻഡാണ്. ഇതും ഉമ്മച്ചി തന്നെ വാങ്ങിച്ചിട്ട് വന്ന്. ഈ ഹെയർ ബാൻഡ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മുമ്പ് എൻ്റെ അമ്മ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറെ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുവരിക. അപ്പോൾ നമ്മൾ എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉണ്ട്. ഉമ്മച്ചി ഞാനും കാക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ കനാൽ, നമ്മൾ കാണിച്ച കനാലാണ് വെള്ളം വിട്ടത്. ഇപ്പം നമ്മൾ എൻ്റെ അങ്കിൾവാടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു പോവുകയാണ്. ഇതാണ് കാക്കൂൻ്റെ പുതിയ ഡ്രസ്സ്. ഒരു പാൻറ്റും ഉണ്ട്, ഒരു കുപ്പായവും ഉണ്ട് നീല. അപ്പോൾ എളാപ്പാൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചൊരു കുന്നും കൂടെ ഉണ്ട്, അതും കൂടെ കയറിയാൽ മതി. അപ്പം ഉമ്മച്ചി പതുക്കെ വരുന്നുള്ളൂ. ഞാൻ ഓടുകയാണ്. ഇതൊരു കുന്നു വഴിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നിൽ നടക്കുന്നുണ്ട്. കുറച്ച് കാടുണ്ട് കേട്ടോ ഇവിടെ. ഏറ്റവും മുന്നിലെത്തി. അവിടെ കുറച്ച് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എളാപ്പാൻ്റെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ എത്താറായിട്ടുണ്ട്. അത് കാണുന്ന വീടാണ് എളാപ്പാൻ്റെ വീട്. അവിടെ മേമുണ്ട്, അമ്മായി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ എൻ്റെ നന്ദിതാത്തയാണ്, എൻ്റെ താത്ത. അപ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പെരുന്നാളായിട്ട് വന്നിക്കാണ്. ഇതാണ് അജുക്കാക്കു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം ഉള്ളിൽ പോയ ആള്. അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അതെൻ്റെ മേമാൻ്റെ കേട്ടോ അതൊക്കെ. അപ്പോൾ ഞങ്ങൾ അവർക്കും പെരുന്നാൾ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മായി ഞങ്ങൾക്ക് പെരുന്നാൾ പൈസ ഞങ്ങൾക്ക് 2 ആൾക്കും തന്നു. അവരൊന്നും വീഡിയോയിൽ നിൽക്കാത്തത് കൊണ്ടാണ് അവരിനെ എടുക്കാത്തത്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടിയും കൊണ്ട് കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്കിൾവാടിൻ്റെ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വിട്ടിട്ട് വണ്ടി മടങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാണ്.
ഇവിടെയാണ് എൻ്റെ അംഗൻവാടി. ഇതാണ് ഞാൻ പഠിച്ച അംഗൻവാടി കേട്ടോ. ഇപ്പോൾ പൂട്ടിട്ടിരിക്കുകയാണ്. ഇവിടെ ആരും ഇപ്പോൾ ഇടയ്ക്കുണ്ടാവും അപ്പോൾ എന്നെ പഠിപ്പിച്ചത്. അവിടെ കനാലിൻ്റെ അവിടെ ഞങ്ങൾ പോവുകയാണ്. കനാലിൻ്റെ അവിടെ പുല്ലൊക്കെ വന്ന് കാട് പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബിരിയാണിക്കുള്ള ചിക്കൻ മസാലയാണ്. അപ്പോൾ ഞങ്ങൾക്കും കഴിക്കും, പിന്നെ ഫ്രണ്ട്സിനും കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പേ അവർക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇതാണ് ബിരിയാണി. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അത് സമയമൊന്നും കിട്ടിയില്ല. ഇബ്ബയാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇബ്ബ ഈ കല്യാണത്തിനും എല്ലാത്തിനും ഒക്കെ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ട, അത് അമ്മച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മമാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകും. അപ്പോൾ ചാമയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്, കുറേ മരത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട് നിറച്ച്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് പറഞ്ഞ് തിങ്ങനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഉള്ള ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങൾ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.